ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഇപ്പം ഈ പുതുമുഖങ്ങൾ വെച്ച് വെക്കാൻ ഭയങ്കര റിസ്കി എലമെന്റ് ആണല്ലോ. അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് റിസ്കി എലമെന്റ് ആണ്. ആ റിസ്കുകളാണ് എന്നെ ഇത്രയും ഡിലേ ആയിട്ട് ഒരു പ്രൊജക്റ്റ് തിയേറ്ററിൽ എത്തിക്കുന്നത്. കാരണം നമ്മൾ പല രീതിയിലും പല ആൾക്കാരെയും സമീപിക്കുകയും ആരും അതിന് നമുക്കൊരു എന്താ പറയുക, സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ പുതുമുഖമാണെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ്. പക്ഷേ സിനിമ പുതുമുഖങ്ങൾ ഓരോരുത്തരും പുതുതായിട്ട് സിനിമയിൽ വരുമ്പോഴാണ് സിനിമയിൽ പുതിയ നായകനും നായികയൊക്കെ എത്തുന്നത്. അങ്ങനെ റിസ്ക് ഒരാൾ എടുക്കുമ്പോഴാണ് പുതിയ നായികയും പുതിയ നായകനൊക്കെ സിനിമയിൽ ഉണ്ടാവുന്നത്. അങ്ങനെ വന്നവരാണ് എല്ലാവരും. പക്ഷെ വന്നു കഴിഞ്ഞ് കുറച്ച് സിനിമ ചെയ്യുമ്പോൾ പിന്നെ നമ്മളെ പോലുള്ള പ്രൊഡ്യൂസേഴ്സിന് അവരുടെ ഡേറ്റ് പോലും കിട്ടില്ല. കാരണം അവർ പറയുന്ന തുക ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം. നമുക്കൊരു ഏത് സിനിമ എടുക്കുമ്പോഴും ഒരു ബഡ്ജറ്റ്, ആ ഒരു സിനിമക്കൊരു ബഡ്ജറ്റ് അതിനുള്ള ഒതുങ്ങുന്ന രീതിയിൽ സിനിമ എടുക്കും. അത് എത്ര വലിയ ബഡ്ജറ്റുള്ള പടമായാലും ആ ബഡ്ജറ്റ് അതിന് വേണോ വേണ്ടിയോ എന്നുള്ളത് പ്രൊഡ്യൂസർ ചിന്തിക്കും. ചിലപ്പം ഇപ്പോഴത്തെ കാലത്ത് കാണുന്ന മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ പോയി സിനിമ ചെയ്യാണ്. ബഡ്ജറ്റൊക്കെ പിന്നെയാണ് നോക്കുന്നത്. പുള്ളിയുടെ കയ്യിൽ കാശുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുക. കഴിയുന്നത്ര മാക്സിമം കഥ ഇഷ്ടപ്പെട്ട് അതിൻ്റെ ബഡ്ജറ്റ് നോക്കി ആ പ്രൊജക്റ്റിന് ആ ബഡ്ജറ്റ് അഫോർഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ സിനിമ ഇങ്ങനെ റിലീസിന് ഒരു കഴിയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചാൽ സിനിമ തിയേറ്ററിൽ പോയി കാണുക. സിനിമ ഒരുപാട് പിന്നെ വലിയ ഭീകര സിനിമയൊന്നുമല്ല, പക്ഷെ സോഷ്യലി ഒരു ഇപ്പം കേൾക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അത് ഹേമ കമ്മിറ്റി സിനിമേനെ സംബന്ധിച്ച് അവർ ചെയ്യുന്നു. പക്ഷെ അതല്ലാതെ സമൂഹത്തിൽ മറ്റു പല കമ്മിറ്റികളും വേണം. അത് പിന്നെ പല ഏരിയയിലും പല സ്ഥലത്തും ഇത്തരത്തിലുള്ള ഇതിനകത്തെ നായിക പറയുന്ന ഒരു ഡയലോഗ് ഓരോ പെൺകുട്ടിയും പറഞ്ഞാൽ മതി, അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവില്ല. നായിക പറയുന്ന ഡയലോഗ് വളരെ ആ സിനിമയിൽ ആ ഡയലോഗ് മാത്രം ഒരു പെൺകുട്ടി പഠിച്ച് പറഞ്ഞാൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സിനിമ കാണണം. ഇപ്പം നിങ്ങളാണെങ്കിലും സിനിമയിലോട്ട് ഇനിയും പുതിയ റോളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ അതല്ല അതിന് മുന്നേ എന്നെ മനസ്സിലാവില്ല. ഞാൻ താൻ കേസ് കൂടുതൽ അഭിനയിച്ചിട്ടുണ്ട്. എന്ത് റോളായിട്ട്? അതില് മന്ത്രിന്റെ PA ആയിട്ടാണ്. 10-12 ദിവസം അഭിനയിച്ചാണ്. ഒരു ഡയലോഗ് കിട്ടി. അതന്നെ. അപ്പൊ അഭിനയദേവാണ്, പ്രൊഡ്യൂസറാണ്. ഞാന് ഞങ്ങളുടെ സിനിമയിലൊക്കെ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കാലത്ത് സിനിമ ചെയ്യാൻ പോകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ 4 മണിക്ക് വർക്ക് തുടങ്ങും. പ്രൊഡ്യൂസർക്ക് വേണ്ടി നമ്മളാണല്ലോ അവിടെ ഉള്ളത്. അപ്പോൾ പ്രൊഡ്യൂസറിനോട് ചോദിക്കേണ്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം ഞാനാണ് കൊടുക്കുന്നത്. രാവിലെ 4 മണി 4:30 ആകുമ്പോഴേക്ക് വിളിക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങുന്നത് വണ്ടിയിലാണ്. ഉച്ചക്ക് കുറച്ച് സമയം ഉറങ്ങാൻ കിട്ടുന്നത് വണ്ടിയിൽ മാത്രമാണ്. രാത്രി 12 മണി വരെ പോകും. ഉറങ്ങുന്നത് 2-3 മണിക്കൂറാണ്. ഇങ്ങനെയാണ് നമ്മൾ സിനിമകൾ ചെയ്തത്. കാരണം ഒരുപാട് സപ്പോർട്ടിങ് അസിസ്റ്റൻസോ ഒന്നുമുള്ള വലിയ സിനിമകളല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചെറിയ സിനിമകളാകുമ്പോൾ നമുക്ക് ഒരുപാട് അസിസ്റ്റൻസോ ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫുൾ ടൈം വൈബ്രൻ്റ് ആയിട്ട് നിന്നിട്ടാണ് പല സിനിമകളും നമ്മൾ ചെയ്തത്. പക്ഷെ അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ ഇപ്പം ഊണും അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ, കോവിഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരെ യൂണിറ്റിൽ വെക്കാൻ പറ്റില്ല. ചെറിയ യൂണിറ്റാണ് നമ്മൾ അഫോർഡ് ചെയ്തത്. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ എല്ലാ പണിയും എടുത്തിട്ടാണ് ചെയ്തത്. ഈവൻ ഭക്ഷണത്തിൻ്റെ ഞാൻ തന്നെ ചിലപ്പോൾ ഭക്ഷണം സെർവ് ചെയ്യും. അങ്ങനെ തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എല്ലാം ചെയ്യും. അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഇവരിപ്പോൾ ഒന്ന് സമ്മതിക്കണം. കാരണം എല്ലാവരും ഒരുപാട് ത്യാഗം സഹിച്ചിട്ടാണ്. കാരണം സിനിമ കണ്ടാൽ മനസ്സിലാവും. കാരണം എത്രമാത്രം എഫേർട്ടാണ് ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും. നമ്മൾ ഇത്രയും വലിയൊരു ഇത്രയും വലിയൊരു സ്ഥലത്ത് പോലും നമ്മൾക്കൊരു ചെറിയൊരു ഹ്യൂമിഡിറ്റിയും സാധനവും ഒക്കെ ഫീൽ ചെയ്യും. ഒരു ആർട്ടിസ്റ്റ് ആ ഒരു സിറ്റുവേഷനിൽ അഭിനയിച്ചിട്ട് അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിനിമ നിങ്ങളിലേക്ക് എത്തുന്നത്. അത്രമാത്രം കഷ്ടപ്പാടാണ്. കാരണം സിങ് സൗണ്ടാണ്. സൗണ്ടിൻ്റെ സൗണ്ടൊന്നും അത്ര പെർഫെക്റ്റ് ഷോട്ട് കിട്ടിയാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. പിന്നെ എല്ലാ ടെക്നീഷ്യൻസും, കാരണം ഫാനൊന്നും ഓണാക്കാൻ പറ്റില്ല, കൂളർ ഓണാക്കാൻ പറ്റില്ല. പിന്നെ ആകെ കിട്ടുന്ന ചെറിയ ബ്രേക്കിനുള്ളിൽ പോയി കൂളർ ഓണാക്കിയിട്ടാണ് എല്ലാവരും ഒന്ന് ആ അന്തരീക്ഷം തണുപ്പിക്കുന്നത്. ഭയങ്കര സൈലന്റ് ആണ്. അതെ.